ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നില്ലേ എനിക്കൊരു ഹാഫ് KGയുടെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടായിരുന്നു കേക്കിൻ്റെ, അതിലൊരു ഹാഫ് കപ്പ് ഫ്ലോർ എടുത്തു കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് നല്ലവണ്ണം ഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 തവണ അരിക്കുകയാണ് ചെയ്യുക. എനിക്ക് കുറേ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്കതിൻ്റെ കൺസിസ്റ്റൻസി അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. സ്പൂണ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുമ്പോഴെപ്പോഴും 2-3 തവണ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴായിരിക്കും ഒത്തിരി കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 എഗ്ഗാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മീഡിയം സൈസിൽ 2 എഗ്ഗ് യൂസ് ചെയ്യും. അതിലേക്ക് ഒരു 1 ടീസ്പൂണ് വാനില എസൻസും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലൊഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം എഗ്ഗും വാനില എസൻസും മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്യുക. ഇത് ചെയ്യുന്നതിന് നമുക്ക് ചില കേക്കുകളുണ്ടാകും മുട്ടയുടെ സ്മെല്ലെന്ന് ചിലവർ പറഞ്ഞു കേട്ടിട്ടില്ലേ. അത് വരാനുള്ള മെയിൻ കാരണം ഈ വാനില എസൻസും മുട്ടയും കൂടി നന്നായി ബീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഈ എഗ്ഗിൻ്റെ മണം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നത്. അത് ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ കൂട്ടി സ്പീഡ് കൂട്ടിയിട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ആ ബീറ്റ് ചെയ്യുമ്പോഴില്ലേ നമ്മളുടെ ഈ യെല്ലോ ഷെയ്ഡ് ഉണ്ടല്ലോ ഈ മുട്ടയുടെ, അത് മാറി ഫുൾ വൈറ്റ് ഷെയ്ഡിലേക്ക് നമ്മളുടെ ഈ എഗ്ഗും വാനില എസൻസും കൂടി ബീറ്റ് ചെയ്യുമ്പോൾ വരും കേട്ടോ. അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നന്നായി ബീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വരണം. അത് നന്നായി എത്രത്തോളം ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം കേക്ക് സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്യണം. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ പൊടിച്ചതും യൂസ് ചെയ്യാം, പൊടിക്കാത്ത പഞ്ചസാരയും. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ കറക്റ്റ് 1/2 കപ്പ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. പൊടിക്കാത്തതാണെങ്കിൽ 1/2 കപ്പിന് കുറച്ച് താഴെയായിട്ട് പൊടിക്കാത്താണെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് 3 പ്രാവശ്യമായിട്ടായിരുന്നു ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയിൽ പഞ്ചസാര ഇങ്ങനെ കട്ട കുത്തിക്ക് എടുക്കുക. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അത് നല്ലവണ്ണം മിക്സ് ആകുമ്പോൾ നല്ല വൈറ്റ് ഷെയ്ഡ് വരും. അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് നമ്മളെ 1/4 കപ്പില്ലേ അതിൻ്റെ ഒരു ഹാഫായിട്ട് മിൽക്ക് എടുക്കണം കേട്ടോ. മിൽക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. എത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം കേക്ക് സ്പഞ്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ 1/4 കപ്പിൻ്റെ പകുതിയോളം ഓയിൽ, അത് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ചിലർ പറഞ്ഞില്ല കേക്ക് ഇങ്ങനെ പോയി നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അതിന് മെയിനായിട്ടുള്ള സംഭവം നമുക്ക് കൂടുതൽ ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ആ കേക്ക് താഴേക്ക് പോകും. ഇതൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം പതുക്കെ നമുക്ക് സ്പാച്ചില വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു ഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ലവണ്ണം ഒരു 2-3 തവണ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഒന്നിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ കാണുമ്പോൾ ഒക്കെ ഫില്ലായി തോന്നും. പക്ഷേ ബേക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ കേക്കിൻ്റെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ റൗണ്ട് പോലെ ഇങ്ങനെ കുഞ്ഞി കട്ട പിടിച്ച പോലെ ഫീൽ ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയാം. അതേപോലെ ആദ്യം തന്നെ ഞാൻ ഒരു ടിന്നെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു മൈദപ്പൊടി എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്കാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ബബിൾസുകളുണ്ട്. ബബിൾസുകൾ പോയി കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ കേക്കിൻ്റെ ഉള്ളിൽ റൗണ്ട് പോലെ ബബിൾസ് നിൽക്കണം കാണാം. അത് ആ ഒരു ഭാഗം ഇങ്ങനെ വൃത്തിയില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു 180 ഡിഗ്രിയിൽ എൻ്റെ ഓവന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ്. അത് കഴിഞ്ഞപ്പോഴാണ് അടിച്ച് കഴിഞ്ഞപ്പോൾ ബെല്ലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു. അതൊരു 20 മിനിറ്റോളം 180 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഇപ്പോൾ കണ്ടാൽ നമ്മൾ കേക്ക് എടുക്കണ ഭാഗം കട്ടായി പോയിട്ടാ, സോറി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള സ്പഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാണുമ്പോൾ തന്നെ നിൽക്കുമ്പോൾ തന്നെ അടിയിൽ നിന്ന് മേലൊക്കെ പോകുന്ന രീതിയിലേക്ക് സ്പഞ്ച് സോഫ്റ്റാണ്. ഇത് നമ്മൾ 3 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്.
കണ്ട നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ കാണുമ്പോൾ തന്നെ സോഫ്റ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിന് മുന്നായിട്ട് ഞാനില്ലേ ആദ്യം ഒരു അരക്കപ്പ് പഞ്ചസാര കുറച്ചൊരു അരക്കപ്പിൽ തന്നെ വെള്ളത്തിൽ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാട്ടറാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഷുഗർ സിറപ്പ് യൂസ് അതിന് ശേഷം അതിൻ്റെ മേലെ ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് ക്രീം ബീറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ ഐസിങ് ഷുഗറും കൂടി കൂട്ടി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കേക്ക് നല്ല കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് പുറത്ത് വെക്കുമ്പോഴേ മെൽറ്റാവുമ്പോൾ ആയ സോഫ്റ്റ്നെസ് പോയിട്ട് ഒരു വല്ലാണ്ട് ലൂസാകും ക്രീം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഐസിങ് ഷുഗർ യൂസ് ചെയ്യാം കേട്ടോ. യൂസ് ചെയ്തെങ്കിലോ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പീസ് പോലെ ഇടാം. പിന്നെ എൻ്റെ വൈറ്റ് ഫോറസ്റ്റിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വൈറ്റ് ഫോറസ്റ്റ് ചോക്ലേറ്റ് കൊണ്ടാണ് ഇൻസൈഡ് ചെയ്യുക. പക്ഷേ ഞാനൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് മിഠായി മേറ്റില്ലേ, മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യും. മിൽക്ക് മെയ്ഡിന് ചെറുതാണ് മിഠായി മേറ്റ് അതാണ് അതിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ക്രീമിൻ്റെ മേലെ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചോക്ലേറ്റ് എന്താ പറയുക ഉള്ളിൽ ആഡ് ചെയ്യുന്നതിലും സൂപ്പറായിരിക്കും മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ മിഠായി മേറ്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. അതിന് മുമ്പിലേ നമ്മൾ ജസ്റ്റ് ഫുൾ കവർ ചെയ്തതിന് ശേഷമേ നമ്മൾ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ ആ ക്രംസുകളൊക്കെ അതുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരും. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടി രണ്ടാമത് അതെടുത്തിട്ട് എന്നിട്ട് വേണം നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീമിനെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ കണ്ട നല്ല ഫിനിഷിങ്ങിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നുണ്ട്. ഈ കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ക്രംസ് ഒന്നും മേലക്ക് വരെ മറ്റുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഇനി ഇത് എൻ്റെ കസ്റ്റമർ പറഞ്ഞ ഓർഡർ ആയതുകൊണ്ട് അവരൊരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഈ ഒരു നോസിലിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടൂത്ത് പിക്കിൽ ഞാനത് ഗം വെച്ചൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഫങ്ഷനായിരുന്നു കുട്ടിയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഓരോന്നായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിന്. ഇതിങ്ങനെ ബ്ലാങ്ക് ആയി കിടന്നപ്പോൾ എന്തോ പോലെ തോന്നിയപ്പോൾ ഞാനിത് അതിൻ്റെ മേലെ ബീഡ്സിലൊരു ഓറഞ്ച് ബീഡ്സ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന് ലാസ്റ്റ് ഫൈനലാകുമ്പോൾ ഈ ഗോൾഡൻ ഡസ്റ്റും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നിങ്ങളൊന്ന് എല്ലാവരും ഇതുപോലെ ഒന്ന് ഞാൻ പറഞ്ഞ ട്രിക്കിലൂടെ ഒക്കെ ട്രൈ ചെയ്താൽ സൂപ്പർ കേക്ക് ആകുകയും ചെയ്യും കേട്ടോ.